الحمد لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه إياب وعليه الحساب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله الرحمن الرحيم فبأي آلاء ربكما تكذبان എൻ്റെ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന ഗുണത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിഫലത്തെയും പ്രകടനത്തെയും ഫലങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുന്ന ഒരു സൂറത്താണ് വിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ സൂറത്തായ സൂറത്തുർ റഹ്മാൻ. മനുഷ്യനെ എന്ന പോലെ ജിന്നുകളെയും പ്രകടമായി അഭിസംബോധന ചെയ്യുന്ന ഒരു സൂറത്താണ്, ഏക സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ഈ സൂറത്ത് കേൾക്കാനും പാരായണം ചെയ്യാനുമൊക്കെ അങ്ങേയറ്റം ആകർഷകത്വമുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ വചനങ്ങളിലടങ്ങിയ ആശയഗാംഭീര്യതയും എടുത്തു പറയേണ്ടതാണ്. ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ എന്ന ചോദ്യത്തിലെ അർത്ഥവൈപുല്യവും ആന്തരാർത്ഥവും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 13-ാമത്തെ സൂക്തത്തിലാണ് ആദ്യമായി ഈ വചനമുള്ളത്. മനുഷ്യനെ അള്ളാഹു കാരുണ്യവാനാണ്. അവന് ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, സംസാരശേഷി നൽകി, കണക്കൊത്ത വിധം സൂര്യചന്ദ്രന്മാരെ സംവിധാനിച്ചു, പ്രമാണമർപ്പിച്ചുകൊണ്ട് വള്ളികളെയും വൃക്ഷങ്ങളെയും ഒക്കെ സംവിധാനിച്ചു, ആകാശത്ത് ഉയർത്തി, കണിശമായ നീതിയുടെ തുലാസ് സ്ഥാപിച്ചു, പഴങ്ങളും ഈത്തപ്പനകളും ധാന്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം അപ്പോൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതൊരു അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. തുടർന്നും അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും സംവിധാനങ്ങളും പറഞ്ഞതിന് ശേഷവും ഇതെല്ലാം നശിച്ച് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം അവശേഷിക്കുന്ന അന്ത്യനാൾ വരാനുണ്ട്. അതിൻ്റെ ഭയാനകതയും നരകത്തിൻ്റെ ബീഭത്സതയും സ്വർഗത്തിൻ്റെ വിസ്മയങ്ങളും ഒക്കെ പറഞ്ഞ ശേഷവും ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ഒരിക്കൽ അസ്മാ ബിൻത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിൻ്റെ മൂലയ്ക്കഭിമാനതുകൊണ്ട് നമസ്കരിക്കുന്നതായി കാണുകയാണ്. അന്ന് ഫസ്ദ ബിമാ തുഅ്മർ, നീ കൽപ്പിക്കപ്പെട്ടതെന്തോ നീ ഉറക്കെ പ്രഖ്യാപിക്കുക എന്ന വചനം അവതരിച്ചിട്ടില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുർ റഹ്മാനാണ് പാരായണം ചെയ്തത്. അതുപോലെ പ്രവാചകത്വത്തിൻ്റെ 10-ാം ആണ്ടിൽ തായിഫിൽ നിന്ന് തിരിച്ചു വരവെ നക്കലയിലെത്തിയപ്പോൾ ജിന്നുകൾ ഖുർആൻ കേട്ടതായി പറയുന്നുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾ കോതിക്കൊടുത്തത് സൂറത്തുർ റഹ്മാനാണ് എന്ന് മുഫസ്സിരീങ്ങൾ ചിലർ രേഖപ്പെടുത്തുന്നു. ഇതുപോലെ പരസ്യമായി ഖുർആൻ കേൾക്കാത്ത ബഹുദൈവ വിശ്വാസികൾ ഖുർആൻ കേൾക്കാത്ത അവസരത്തിൽ ആരുണ്ട് അവരത് കേൾപ്പിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞാനിതിന് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ചില സഹാബികൾ പറഞ്ഞു, അദ്ദേഹം ശോഷിച്ച ആളാണ്, കുടുംബബലമില്ലാത്ത ആളാണ്, വേറൊരാളായിരുന്ന നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അഭിപ്രായപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഇതിന് അനുവദിക്കണം റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മഖാം ഇബ്രാഹിമിൻ്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ഓതിക്കേൽപ്പിച്ചതും സൂറത്തുർ റഹ്മാനായിരുന്നു. ആദ്യം ഖുറൈശികൾ വിചാരിച്ചത് വേറെന്തോ പറയുകയാണ് എന്നാണ്. അതിനുശേഷം അദ്ദേഹത്തെ അടിക്കുകയും ബോധരഹിതനാവുകയും ഒക്കെ ചെയ്ത ചരിത്രം ഇബ്നു ഹിഷാമിൻ്റെ ഒക്കെ ചരിത്രരേഖകളിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിന്ന് സഹാബിമാരോ ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന സൂക്തം ഉൾക്കൊള്ളുന്ന സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുമ്പോൾ ഈ സൂക്തത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി പറയുന്നുണ്ട്, ജിന്നുകൾ ഈ സൂക്തം കേട്ടപ്പോൾ മറുപടി നൽകിയതുപോലെ നിങ്ങൾ മറുപടി നൽകാത്തത് എന്ത്? അപ്പോൾ അവർ ചോദിച്ചു, എന്തായിരുന്നു ജിന്നുകളുടെ മറുപടി? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലാ ബിശൈഇൻ മിൻ നിഅമക റബ്ബനാ തുകദ്ദിബ ഫലക്കൽ ഹംദ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ നിൻ്റെ അനുഗ്രഹത്തെയും ഞങ്ങൾ വ്യാജമാക്കുന്നില്ല, നിനക്കാകുന്നു സ്തുതി എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഈ സൂക്തം ഈ ചോദ്യം ദി ക്വസ്റ്റ്യൻ സെർവ്സ് ടു എൻകറേജ് റിഫ്ലക്ഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു അള്ളാഹ്സ് കോൺസ്റ്റൻറ്റ് പ്രൊവിഷൻ ആൻഡ് പവർ എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ
അജയ്യതയും സൃഷ്ടികളുടെ അവനോടുള്ള ആശ്രയത്വവും നന്ദിബോധവും ഒക്കെ സൂചിപ്പിക്കുന്നതായി ഇംഗ്ലീഷ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ബലഹീനതയും നിസ്സഹായതയും അള്ളാഹുവിനെ ധിക്കരിച്ചാലുള്ള അനന്തരഫലവുമൊക്കെ ഇതുണർത്തുന്നു. മനുഷ്യരിൽ ചിലർ എല്ലാം ഒന്നും അംഗീകരിക്കുന്നില്ല, എല്ലാം യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് പറയുന്നു. മറ്റു ചിലർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവർ പങ്കാളികളെ ചേർക്കുന്നു. മറ്റൊരു കൂട്ടർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അംഗീകരിക്കുന്നു, പക്ഷേ അവർ അവൻ്റെ വിധിവിലക്കുകളെ വില കൽപ്പിക്കുന്നില്ല. ചിലർ വാചകത്തിൽ അല്ലെങ്കിൽ നാവ് കൊണ്ട് സമ്മതിക്കുന്നു, പക്ഷേ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ അടയാളങ്ങളൊന്നും സാധിക്കില്ല. എങ്ങനെയായിരുന്നാലും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്തെയും നിഷേധിക്കാനാവില്ല എന്ന് ഉറച്ച് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് തബാറകസ്മു റബ്ബിക്കദിൽ ജലാലി വൽ ഇക്റാം, മഹത്വവും ഔദാര്യവും ഉള്ളവനായ രക്ഷിതാവിന് റഹ്മാനായ അള്ളാഹുവിൻ്റെ നാമം ഉത്കൃഷ്ടമായിരിക്കുന്നു എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് ഈ റഹ്മാൻ അവസാനിക്കുന്നത്. ഇതിലെ പാഠങ്ങൾ എല്ലാം ഈ അവസാന സൂക്തത്തിനോടുള്ള യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങളും ഇതിൽ പരാമർശിച്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും എന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള സവിശേഷ സൂക്തങ്ങളെക്കുറിച്ച് പഠിക്കാനും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.